بسم الله الرحمن الرحيم. كافها يا عين صاد. ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا وإني خفت الموالي من ورائي وكانت امرأتي عاقرا فهب لي من لدنك وليا يرثني ويرث من آل يعقوب واجعله رب رضيا يا زكريا إنا نبشرك بغلام اسمه يحيى لم نجعل له من قبل سميا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 986 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് മറിയമിന്റെ പഠനത്തെ തുടർന്നുള്ള ചർച്ചയാണ് ഇന്ന് ആരംഭിക്കുന്നത്. ചർച്ചയ്ക്ക് ആരംഭം കുറിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كافها يا عين صاد. ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا وإني خفت الموالي من ورائي وكانت امرأتي عاقرا فهب لي من لدنك وليا يرثني ويرث من آل يعقوب واجعله رب رضيا يا زكريا إنا نبشرك بغلام اسمه يحيى لم نجعل له من قبل سميا قال رب أنى يكون لي غلام وكانت امرأتي عاقرا وقد بلغت من الكبر عتيا قال كذلك قال ربك هو علي هين وقد خلقتك من قبل ولم تك شيئا قال رب اجعل لي آية قال آيتك ألا تكلم الناس 3 ليال سويا صدق الله العلي العظيم. സൂറത്ത് മറിയമിന്റെ ആദ്യത്തെ ഏതാനും ആയത്തുകളാണ് നിങ്ങളെ ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. 98 ആയത്തുകളുള്ള മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിനെ തുടർന്നുള്ള ആദ്യത്തെ 5 വർഷം പിന്നിട്ട ഘട്ടത്തിൽ അവതരിച്ച സൂറത്താണ് സൂറത്ത് മറിയം. അതിന്റെ വിശദമായ പഠനം നമ്മൾ നിർവഹിക്കുകയുണ്ടായി. ഏതാനും ആഴ്ചകൾ നീണ്ടുനിന്ന ഒരു പഠന പ്രക്രിയയിലൂടെ അതിന്റെ ഈ സൂറത്തിന്റെ ഉള്ളടക്കം സാധ്യമാകുന്നിടത്തോളം വിശദാംശങ്ങളോടുകൂടി നമ്മൾ പഠന വിധേയമാക്കുകയുണ്ടായി. ഇപ്പൊ അതിനെ തുടർന്നുള്ള ഇന്ററാക്ഷന്റെ അല്ലെങ്കിൽ ചോദ്യോത്തരങ്ങൾക്കൊക്കെ ആയിട്ട് മാറ്റിവെച്ചിരിക്കുന്ന സമയമാണ്. ഏതാനും ചോദ്യങ്ങള് നേരത്തെ ഇവിടെ വന്നു കിട്ടിയത് കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായിട്ട് നമ്മളുടെ ചാറ്റ് ബോക്സിൽ വന്നിട്ടുള്ളത് അതെല്ലാം തന്നെ ഒരാളിൽ നിന്നാണ്. ആ ചോദ്യങ്ങൾക്ക് ഒരു പ്രതികരണം നൽകാമെന്ന് വിചാരിക്കുകയാണ്. മിക്ക ചോദ്യങ്ങളും ഒരേ പെർസ്പെക്റ്റീവ് റിപ്പീറ്റഡ് ആയിട്ട് അങ്ങനെ
ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതത്തിലുള്ളതാണ്. അതുകൊണ്ട് വലിയ പുതുമയൊന്നും ഈ ചോദ്യങ്ങൾക്ക് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ വളരെ കൃത്യമായിട്ട് ഈ സൂറത്തുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതും ആണ് എന്ന് പറഞ്ഞുകൂടാ. എന്തായാലും ചോദ്യങ്ങൾ ചോദിക്കുന്നത് സ്വാഗതാർഹമായ കാര്യമാണ്. അത് ഖുർആനെ അംഗീകരിക്കുന്നവരായാലും അംഗീകരിക്കാത്തവരായാലും ഖുർആൻ ആളുകളിൽ ചിന്ത ഉണർത്തേണ്ടതുണ്ട്. അപ്പോ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് ഖുർആനോട് സൃഷ്ടിപരമായ ഒരു സമീപനം ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതോ കൊണ്ടോ ഒക്കെ ആയിരിക്കണം. അതിലാണ് ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ പല ഉത്തരങ്ങളിലേക്കും എത്തുക, പല തിരിച്ചറിവിലേക്കും നമ്മൾ എത്തുക. അതുകൊണ്ട് ഏതു വിധത്തിലുള്ള ചോദ്യങ്ങളും വെൽക്കം ചെയ്യുക എന്നതാണ് അത് ശരിയായ ഒരു നിലപാടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ പീസ് എന്നുള്ള പ്രൊഫൈലിൽ നിന്ന് വന്ന ചോദ്യങ്ങളാണ്. ഒന്നാമത്തേത്, കാഫിറുകൾക്ക് ശിക്ഷ കിട്ടും എന്ന തന്റെ അവകാശവാദങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാവാത്ത മക്കക്കാരെ നബി അള്ളാഹുവിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തുന്നതല്ലേ ഇവിടെ കാണുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. യഥാർത്ഥത്തില് പീസ് പ്രൊഫൈലിലുള്ള ആള് ഒരു പക്ഷെ അയാളോട് തന്നെ ചോദിക്കുന്ന, അയാളുടെ മനസാക്ഷിയോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കണം അത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭീഷണിപ്പെടുത്തുന്ന ഒരു വാചകവും ഖുർആനിലില്ല. ഖുർആനിലുള്ളത് അള്ളാഹു സന്തോഷ വാർത്ത നൽകുന്നതും അള്ളാഹു ഭീഷണിപ്പെടുത്തുന്നതും ഒക്കെയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നിലക്ക് ഭീഷണിപ്പെടുത്തുകയോ സന്തോഷ വാർത്ത നൽകുകയോ ഒന്നും ചെയ്യുന്ന ഒരു ഏർപ്പാടല്ല അത്. സത്യനിഷേധികൾക്ക് ശിക്ഷ കൊടുക്കും, ശിക്ഷ ഉണ്ടാകും എന്ന് അവകാശവാദം നടത്തുന്നത് മുഹമ്മദ് നബി സ്വന്തം നിലക്ക് അദ്ദേഹത്തിന് അനുയായികളെ കിട്ടാൻ വേണ്ടിയും നേതാവാകാൻ വേണ്ടിയും ഒക്കെയാണ് എന്നതാണ് ഈ ചോദ്യത്തിന്റെ അടിത്തറയായിട്ടുള്ള ഒരു മനോഘടനയിൽ ഉള്ള ഒരു ആശയം. അപ്പം മുഹമ്മദ് നബി അങ്ങനെ വ്യാജമായ ഒരു അവകാശവാദം നടത്തി ആളുകളെ കൂടെ കൂട്ടി നേതാവാകാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയതാണ്. അതിന് അള്ളാഹു എന്ന ഒരു കൃത്രിമമായ ആശയത്തെ പടച്ചുണ്ടാക്കിയിട്ട് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഭീഷണി ഇറക്കുകയാണ്, പ്രേരണയും പ്രലോഭനവും ഒക്കെ നടത്തുകയാണ് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യം. ഒന്നുകിൽ ഈ ചോദ്യം ഉന്നയിച്ച ആളുകൾ ചിന്തിക്കട്ടെ എന്നൊക്കെയുള്ള നിലക്ക് അവർക്കൊക്കെ ഒരു അവസരം ആലോചിക്കാനുണ്ടാവാൻ വേണ്ടിയുള്ള ചില ചോദ്യങ്ങൾ, അങ്ങനെ ചോദ്യങ്ങൾക്ക് വേണ്ടി ഉന്നയിക്കുന്നതാവണം. അതല്ലെങ്കിൽ അയാൾക്ക് ഈ കാര്യം ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഈ ദർശനം അതിനെ ഒരു നിലക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. കാരണം ഇവിടെ മനസാക്ഷിയാണ് ഓരോരുത്തരുടെയും യാഡ് സ്റ്റിക്ക് ആയിട്ട്, സത്യാസത്യ വിവേചകമായിട്ട് ഓരോരുത്തരുടെയും മുന്നിലുള്ള സ്വന്തം മനസാക്ഷിയാണ്. അപ്പൊ മനസാക്ഷിയോട് നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നീങ്ങുന്ന ഒരാള് സൂറത്ത് മറിയമ്മില് എത്തിയിട്ട് പോലും അള്ളാഹുവിനെ ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ, അള്ളാഹുവിന്റെ ദൂതനെ ദൈവദൂതനായിട്ട് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ, ഖുർആൻ ദൈവികമായ തൻസീലായിട്ട് വെളിപ്പാടുകളുടെ പുസ്തകമായിട്ട് അവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ വളരെ ഗൗരവതരമായ ഒരു പ്രശ്നം അയാൾ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. സ്വാഭാവികമായിട്ടും ഖുർആന്റെ അവതരണത്തിന് ശേഷം ഇന്നു വരെയുള്ള ഖുർആനെ നിഷേധിച്ചു കളഞ്ഞ സകല മനുഷ്യരും അനുമാനിച്ചത് ഇത് മുഹമ്മദ് നബിയുടെ രചനയാണ്. അദ്ദേഹം അള്ളാഹു എന്ന ഒരു കഥാപാത്രത്തെ മുൻനിർത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള സ്വന്തം പ്രസ്താവനകളും വാചകങ്ങളും ഭീഷണിയും
പ്രേരണയും ഒക്കെയാണ് ഈ ഖുർആൻ എന്നാണ് ഇന്നോളമുള്ള ആളുകളുടെ അനുമാനം, ഈ ഖുർആനെ നിഷേധിക്കുന്ന ആളുകളുടെ. എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി, നിരക്ഷരനായ മുഹമ്മദ് നബി 40 വയസ്സുവരെ ഒരു കവിതാ ശകലം പോലും സ്വന്തമായിട്ട് രചിച്ച് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലാത്ത മുഹമ്മദ് നബി 40 വയസ്സുവരെ എല്ലാ അർത്ഥത്തിലും സമൂഹത്തിന്റെ കണ്ണുലുണ്ണിയായിക്കൊണ്ട് അവരുടെ അല്ലമീനായി, അവർക്ക് ഏറ്റവും വിശ്വസ്തനായിട്ട് അനുഭവപ്പെട്ട ഒരാളായി ജീവിച്ച മുഹമ്മദ് നബി സ്വന്തം രചനയായിട്ട് അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ സഹായത്തോടു കൂടി ചമച്ചുണ്ടാക്കി കൊണ്ടുവന്ന ഒരു സംഗതിയാണ് ഖുർആൻ എന്നാണല്ലോ ഈ പറയുന്ന ആളുടെ, അല്ലെങ്കിൽ അത്തരം നിലപാടെടുക്കുന്ന ആളുകളുടെ ഖുർആനെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ. യഥാർത്ഥത്തിൽ വളരെ ഫൂളിഷ് ആയിട്ടുള്ള ഒരു വിലയിരുത്തലായിരിക്കും അത്. കാരണം ഖുർആൻ തന്നെ നേരത്തെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഖുർആൻ തന്നെ അതിന്റെ ആയാത്തുകളോട് കിടപിടിക്കുന്ന ആയാത്തുകൾ കൊണ്ടുവരാൻ മനുഷ്യരാശിയെ വെല്ലുവിളിക്കുന്നുണ്ട്, ആവർത്തിച്ചു വെല്ലുവിളിക്കുന്നുണ്ട്. എന്നിട്ടും മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരാൾക്ക് പോലും ഈ ഖുർആന്റെ ആയാത്തുകളോട് ചേർത്ത് വെക്കാവുന്ന വിധത്തിലുള്ള മേന്മയുള്ള ഒരു വാചകം പോലും അവതരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല, ചില വിഡ്ഢിത്തം വിളമ്പുന്ന തരത്തിലുള്ള ചില വാചകങ്ങൾ അല്ലാതെ. അത് ആർക്കും ബോധ്യപ്പെടും, അതിന് മറിച്ച അഭിപ്രായമൊന്നും ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. അതിന് ഖുർആന് ബദലായിട്ട് ഖുർആൻ പോലെയുള്ള ആയാത്തുകൾ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ചില കാവ്യശകലങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നത് വളരെ ഈ കാലഘട്ടത്തില്, ഇപ്പോ പ്രത്യേകിച്ച് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടുകൂടി കവിത രചിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തില്, അല്ലെങ്കിൽ ചാറ്റ് GPT എന്തെങ്കിലും ഒരു വിഷയം കൊടുത്തിട്ട് അതിലൊരു കവിത വേണം എന്ന് പറഞ്ഞാൽ അത് രചിച്ചു തരാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തില് നമുക്ക് ഈ ചാറ്റ് GPTന്റെ ആ ഒരു ബുദ്ധിവൈഭവമോ അല്ലെങ്കിൽ രചനാത്മകതയോ പോലും ഇല്ലാത്ത വളരെ ഫൂളിഷായ ചില വരികളാണ് അതിനോട് പ്രതികരണമായിട്ട് അവതരിപ്പിക്കപ്പെടുകയുണ്ടായത് എന്നത് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും. അപ്പൊ ഖുർആൻ ആ വെല്ലുവിളി വീണ്ടും നടത്തിയിട്ടുണ്ട്. നമ്മുടെ മുന്നില് ആ നിലക്ക് ഖുർആൻ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോ ഈ ആധുനിക കാലഘട്ടത്തിൽ പോലും നമുക്ക് ഈ വെല്ലുവിളിയെ ആരും സ്വീകരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോ ഖുർആന്റെ നിസ്തുലത മനസ്സിലാക്കാൻ ഒരു ശ്രമം നടത്തിയാൽ ഈ പ്രൊഫൈലിൽ നിന്നുള്ള ഇത്തരം ചോദ്യങ്ങള് അവസാനിക്കും. ഒന്നുകിൽ അദ്ദേഹം ഖുർആൻ സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അതിന്റെ ആളായി മാറും, അതല്ലെങ്കിൽ എന്റെ ഈ വിഡ്ഢി ചോദ്യങ്ങൾ അവസാനിപ്പിക്കുകയാണ് നല്ലത് എന്നൊരു തീരുമാനത്തിലേക്ക് എത്തും. അപ്പൊ ഞാൻ അത്രമാത്രമേ അതിനെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം ഖുർആൻ ഒരു യാഥാർത്ഥ്യമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യ സമൂഹത്തില് ജീവിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ ഇതൊക്കെ ചരിത്രപരമായി പരിശോധിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അത് മുഹമ്മദ് നബി എന്നല്ല, ഉലകത്തിലെ ഏറ്റവും ധിഷണാശാലിയും സർഗാത്മക വൈഭവവും ഉള്ള ഒരാൾക്ക് പോലും രചിച്ചുണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഈ ഖുർആൻ അല്ലെങ്കിൽ അതുപോലെയുള്ളത് എന്നത് മനസ്സിലാക്കാൻ ഒരു ശ്രമം അദ്ദേഹം നടത്തിയാൽ ഈ പ്രശ്നം തീരും. ഇതൊരു വസ്തുതയാണ്, അദ്ദേഹത്തിന് പരിശോധിക്കാവുന്നതും കണ്ടെത്താവുന്നതും ഒക്കെയാണ്. അപ്പോ അത് ഞാൻ അദ്ദേഹത്തിന് വിടുകയാണ്. മറ്റൊന്ന് പീസ് പ്രൊഫൈലിൽ നിന്നുള്ളതാണ്. നരകം ആർക്കും ദൃശ്യമല്ല, ദൃശ്യമല്ലാത്ത ഒന്നിനെ കുറിച്ച് ഭീകരമായ വർണ്ണനകൾ നടത്തി ആളുകളെ വരുതിക്ക് നിർത്താൻ കഴിയും. ബുദ്ധിഹീനരായ ആളുകളെ പിന്നിൽ നിർത്താൻ ഇതിലും നല്ല എളുപ്പ വഴിയുണ്ടോ? കിളികളെ ഭയപ്പെടുത്താൻ പാടങ്ങളിൽ മനുഷ്യക്കോലങ്ങളെ നിർത്തുന്നത് പോലെയല്ലേ അള്ളാഹുവിനെ ഇവിടെ ഉപയോഗിക്കുന്നത് എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. അപ്പൊ മുഹമ്മദ് നബി ഒരു അജണ്ടയോടുകൂടി ആളുകൾ എങ്ങനെ കൂടെ നിർത്തുകയാണ്, അതിനുവേണ്ടി അവരെ എളുപ്പത്തിൽ വീഴ്ത്താൻ അല്ലെ പേടിപ്പിക്കാൻ
അല്ലെങ്കിൽ പ്രലോഭിപ്പിക്കാൻ വേണ്ടി ഒരു വൈക്കോല് പാത്തുമ്മയുടെ രൂപം ഉണ്ടാക്കി വെച്ചതാണ് അള്ളാഹ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അങ്ങനെയൊക്കെ നിങ്ങൾ ആലോചിച്ചോ? അപ്പോ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചുള്ള നിലപാട് എന്താണ്? ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായതാണ്? നിങ്ങൾക്ക് സ്വത്വം ആര് നൽകിയതാണ്? ജീവിതം എന്തിനു വേണ്ടിയുള്ളതാണ്? മരണത്തിന് ശേഷം വല്ലതും അവശേഷിക്കുന്നുണ്ടോ? മരണാനന്തരം മനുഷ്യന്റെ അവൻ നിത്യേന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ ആത്മാവ് എന്ന ആ പ്രതിഭാസം, ആ പ്രതിഭാസത്തിന് എന്ത് സംഭവിക്കുന്നു തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം കണ്ടെത്തിയിട്ട് അതൊന്ന് നമ്മളുമായി പങ്കുവെക്കുക. ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് ഒരു ജീവിത ദർശനാണ്. അത് ദൈവികമായ മാർഗദർശനം പകർന്നു നൽകുന്ന ജീവിത ദർശനാണ്. അതല്ലാത്ത അതിനേക്കാൾ കൺവിൻസിംഗ് ആയ ഒരു ജീവിത ദർശനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾ അവതരിപ്പിക്കുകയും നമുക്ക് കേൾക്കാലോ, നമുക്കതിനെ മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യാലോ. അപ്പൊ മുഹമ്മദ് നബി സ്വന്തം ആവശ്യത്തിന് നേതാവാകാൻ, ചരിത്രത്തിൽ ഇടം നേടാൻ ഒക്കെ വേണ്ടി ഒപ്പിച്ച ഒരു വേലയാണ് ഇത് എന്നാണ് അദ്ദേഹം അനുമാനിക്കുന്നത്. അത് അദ്ദേഹം പരിശോധിക്കട്ടെ. വ്യാജന്മാരെയും സത്യവാന്മാരെയും വേർതിരിച്ച് അറിയാനുള്ള ഒരു വിവേചന ശേഷി അള്ളാഹു മറ്റു മനുഷ്യർക്കൊക്കെ കൊടുത്ത പോലെ നിങ്ങൾക്കും തന്നിട്ടുണ്ടാവും. നമ്മുടെ കൺമുന്നിൽ ഇപ്പോ ഇന്ന് ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാര്, അവരുടെയൊക്കെ നിലപാട്, അവരുടെയൊക്കെ ഉള്ളിലിരിപ്പ്, അവരുടെയൊക്കെ അജണ്ടകള് എന്തൊക്കെയാണ് എന്നത് നമ്മൾ നിരന്തരം പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് പരിശോധിക്കേണ്ടി വരുന്നുണ്ട്. ഇതേപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പദ്ധതികൾ എന്തൊക്കെയായിരുന്നു എന്നത് നമുക്കൊരു പോസ്റ്റ്മോർട്ടം നടത്തി നോക്കാമല്ലോ. എന്ത് നേടി, എന്തിനു വേണ്ടി അദ്ദേഹം ലക്ഷ്യമിട്ടു, അദ്ദേഹം പറഞ്ഞതും പ്രവർത്തിച്ചതും തമ്മിൽ വല്ല വിടവും ഉണ്ടായിരുന്നോ? അദ്ദേഹം ലോകത്തോട് ഉദ്ഘോഷിച്ച കാര്യങ്ങൾ അദ്ദേഹം തന്നെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ പരിശോധിക്കും. അത്രയല്ലേ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് നമ്മൾ കയറിയിരുന്ന് അവിടെ വിശ്വാസം ഉണ്ടാക്കുക എന്നത് നമുക്ക് സാധിക്കുന്ന ഒരു സംഗതിയല്ല. നമുക്ക് അങ്ങനെ ഒരു പദ്ധതി ഇല്ലതാണ്. കാര്യങ്ങള് മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു വെക്കുക, വ്യക്തമായി വെളിപ്പെടുത്തി ബോധ്യപ്പെടുത്താൻ പറ്റുന്ന വിധത്തില് കാര്യങ്ങളെ ഒരു ഓപ്പൺ ഡിസ്കോഴ്സിന് വിധേയമാക്കുക എന്നത് മാത്രമേ നമ്മൾ ലക്ഷ്യമിടുന്നുള്ളൂ. ബാക്കിയൊക്കെ ഓരോരുത്തരുടെയും മനസ്സിന്റെ കോടതിയിൽ നടക്കുന്ന ആ വാഗ്വാദങ്ങളുടെയും വിചാരണയുടെയും ഏറ്റുമുട്ടലിന്റെയും ഒക്കെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഒരു റിസൾട്ടാണ്. ആ റിസൾട്ട് ഓരോരുത്തരുടെയും അർഹത അനുസരിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കും. മറ്റൊരു ചോദ്യം ഇവിടെ ഇദ്ദേഹം തന്നെ ഉന്നയിച്ചിട്ടുള്ളത്, മുഹമ്മദ് നബിക്ക് മക്കയിൽ പീഡനങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല എന്ന ഒരു വാദമുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എല്ലാം വിശ്വസിച്ച് അത് പിൻപറ്റാൻ മക്കക്കാർ തയ്യാറായില്ല എന്നതിനെയല്ലേ പീഡനമായി വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്ന്. ഇത് ഏകദേശം ഇന്ത്യയിൽ സംഘപരിവാറൊക്കെ പറയുന്ന പോലെയുള്ള ഒരു കണ്ണടച്ച് ഇരുട്ടാക്കലാണ്. അവര് മീഡിയയിലും ബാക്കി സന്ദർഭങ്ങളിലൊക്കെ പറയുന്നപ്പോ ലവ് ജിഹാദ് പോലെയുള്ള വിഷയം പറയുമ്പോൾ, IS പോലെയുള്ള വിഷയം പറയുമ്പോൾ യാതൊരു സങ്കോചവും ഇല്ലാതെ പച്ചക്കള്ളം പറയാൻ അവർക്ക് യാതൊരു പ്രയാസവുമില്ല. അത് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അതേപോലെ ഭരണതലത്തിൽ കൈകാര്യകർത്താക്കളായിട്ടുള്ള പലരും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വളരെ സുരക്ഷിതരാണ്, അവർക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കാം. പച്ചക്കള്ളമാണ് എന്നത് അവര് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവര് മറന്നുപോയിട്ടുണ്ടാവും അത് പച്ചക്കള്ളാണെന്നുള്ളത്. കാരണം ആവർത്തിച്ച് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് കുറച്ചു കഴിഞ്ഞാൽ അതാണ് ശരിയെന്ന് തോന്നിയെന്ന് വരും. പക്ഷെ ഇവിടെ ജീവിക്കുന്ന ഒരു സമൂഹമുണ്ട്. ആ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. ആ സമൂഹം അനുഭവിക്കുന്ന ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. അവരനുഭവിക്കുന്ന പീഡനങ്ങളുണ്ട്. ഇതുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇവിടെ പത്രം വായിക്കുന്ന തലക്ക് വെളിവുള്ള ഏതൊരാൾക്കും നിരന്തരം ദിനേന ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. പത്രം വായിക്കേണ്ടതൊന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ അനുനിമിഷം ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുന്ന
ഓരോ വാർത്തകളും സംഭവങ്ങളും ഒക്കെ വിലയിരുത്താൻ കഴിയുന്നവർക്കൊക്കെ ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഇവിടെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതില്ല എന്ന് പറയാൻ എത്രയോ പ്രൊഫൈലുകൾ, എത്രയോ ലക്ഷക്കണക്കിന് സാമൂഹ്യ മാധ്യമങ്ങളുടെ നെറ്റ്വർക്കുകൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രയൊക്കെ തന്നെ ഞാൻ ഇതിനെ കുറിച്ചും കാണുന്നുള്ളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചരിത്ര പുരുഷനായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം അത്രയും ഡോക്യുമെന്റ് ചെയ്യപ്പെട്ട വിധത്തില് ലോകത്തൊരാളുടെയും ജീവിതം ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോ യേശുവിന്റെ ജീവിതം നമ്മൾ എത്ര പരിശ്രമിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, വളരെ പരിമിതമായിട്ട് മാത്രമേ ഈസ അലൈഹിസ്സലാമിന്റെ അല്ലെങ്കിൽ യേശുവിന്റെ, ജീസസ് ക്രൈസ്റ്റിന്റെ ജീവിതം രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളൂ എന്നതാണ്. ഇപ്പൊ ഗാന്ധിജിയുടെ ജീവിതം പരിശോധിച്ചാൽ പോലും പരിമിതമായി, ഭാഗികമായി മാത്രമേ നടന്നിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഡോക്യുമെന്റേഷൻ എന്നത്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അങ്ങനെയല്ല രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. വളരെ മെറ്റിക്കുലസ് ആയിട്ട് അദ്ദേഹത്തിന്റെ ഓരോ ചുവടുവെപ്പുകളും, ഓരോ നിലപാടും, ഓരോ നിർദ്ദേശവും, ഓരോ പ്രേരണയും, ഓരോ വിലക്കും, അദ്ദേഹത്തിന്റെ ജീവിതം അതിന്റെ സകല വിശദാംശങ്ങളോടും കൂടി ഒരുപക്ഷെ ഒരു മനുഷ്യനെ കുറിച്ച് അയാളുടെ ജീവിതത്തെ രേഖപ്പെടുത്താൻ മനുഷ്യസാധ്യമായ വിധത്തില് ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടിയ അളവില് രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്ന ഒരു ജീവിതമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. ഇത് ഞാൻ വെറുതെ ഒരു തള്ളുകയല്ല, നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ലക്ഷക്കണക്കിന് ഹദീസുകളില്, അതുപോലെ നൂറുകണക്കിന് ചരിത്ര ഗ്രന്ഥങ്ങളില് ഒക്കെ രേഖപ്പെട്ട് കിടക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, അത് അദ്ദേഹത്തെ അംഗീകരിക്കുന്നവര് തയ്യാറാക്കിയ ജീവിത രേഖയുണ്ട്. അദ്ദേഹത്തെ അംഗീകരിക്കാത്തവര് രചിച്ച അത് സംബന്ധമായ രചനകളും ഉണ്ട്. ഇതൊക്കെയൊന്നും എടുത്ത് വായിച്ച് പരിശോധിച്ച് നോക്കി അപ്പം മനസ്സിലാവും നിങ്ങൾക്ക് മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നോ? അദ്ദേഹത്തിന്റെ കഴുത്തില് വലിയ ഭാരമുള്ള ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുപോയിട്ടിരുന്നോ അദ്ദേഹം സുജൂദിലായിരുന്നപ്പോ? അദ്ദേഹത്തിനെ അതിഭീകരമായി ഒറ്റപ്പെടുത്തിയിരുന്നോ? ഷേബ് അബി താലിബില് അദ്ദേഹം പച്ചില മാത്രം തിന്ന് കഴിയേണ്ടി വന്ന ഒരു കാലം ഉണ്ടായിരുന്നോ? അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത അനുയായികള് അതിഭീകരമായ വിധത്തില് മക്കയില് പീഡിപ്പിക്കപ്പെട്ടിരുന്നോ? അത് കാരണമായിട്ട് പലർക്കും നാട് വിട്ടു പോവേണ്ടി വന്നിട്ടുണ്ടായിരുന്നോ? പലരും മക്കയില് രക്തസാക്ഷികളായിട്ടുണ്ടായിരുന്നോ എന്നതൊക്കെ അദ്ദേഹത്തിന് കാണാൻ സാധിക്കും. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക, അദ്ദേഹം പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നോ? അതല്ല, അദ്ദേഹം മുന്നോട്ട് വെച്ച ജീവിത ദർശനത്തെ ആളുകൾ തള്ളിക്കളഞ്ഞത് കൊണ്ടുള്ള ഒരു വെപ്രാളപ്പെടൽ മാത്രമായിരുന്നോ അത് എന്നത്. ഇന്നും ലോകത്ത് ഒരാളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ച ജീവിത ദർശനത്തെ പിൻപറ്റാൻ വേണ്ടി ഇസ്ലാമോ ഇസ്ലാമിക സമൂഹമോ നിർബന്ധിക്കുന്നില്ല. ഇസ്ലാമിന് മക്ക വിജയം നേടാൻ കഴിഞ്ഞ ആ സംഭവത്തിനെ തുടർന്ന് പോലും ഇസ്ലാമിക രാഷ്ട്രത്തിനകത്ത് ക്രൈസ്തവരും യഹൂദരും ഒക്കെ ജീവിതം തുടരുന്നുണ്ട്. മദീനയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികാരം കൈയാളി തുടങ്ങിയതിന് ശേഷം യഹൂദര് ജീവിക്കുന്നുണ്ട്. രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് യഹൂദര് ഉമർ റളിയല്ലാഹു അൻഹുവുമായി ചില തർക്കങ്ങള് ഉടലെടുത്ത കാര്യമൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ആ നാട്ടില് ആരെയും അങ്ങനെ നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്ന ഒരു വിഷയം ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ്. ആളുകള് സ്വമേധയാ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് വരിക എന്നതല്ലാത്ത ഒരു രീതി ഇസ്ലാം അനുശാസിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില് ഇല്ലതാനും. അപ്പോ ഇസ്ലാം പിൻപറ്റാത്തതിന്റെ പേരില് ഇസ്ലാമേതര സമൂഹങ്ങളെ ശത്രുക്കളും പീഡകരും ഒക്കെ ആയിട്ട് മുഹമ്മദ് നബി പരിചയപ്പെടുത്തുകയാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ അങ്ങനെ ഒരു സംഗതി ചരിത്രപരമായിട്ട് ശരിയല്ല, വസ്തുതകളല്ല എന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ മുസ്ലിങ്ങളോ മുസ്ലിങ്ങളല്ലാത്തവരോ രേഖപ്പെടുത്തിയ ചരിത്ര സ്രോതസ്സുകളൊന്ന്
വായിച്ചു നോക്കിയാൽ മതി. മറ്റൊരു ചോദ്യം, ഖുർആൻ ലളിതമായ ഭാഷയിലാണോ അറബി മനുഷ്യരുടെ സൃഷ്ടികളായ ഹദീസുകളും തഫ്സീറുകളും ഒക്കെ ഇല്ലാതെ മനസ്സിലാക്കാൻ കഴിയാത്തതും അർത്ഥശൂന്യത മുഴച്ചു നിൽക്കുന്നതുമല്ലേ അത് യഥാർത്ഥത്തിൽ എന്നാണ്. ഖുർആൻ ലളിതമാക്കിയിരിക്കുന്നു എന്നുള്ള ഒരു പ്രയോഗം ഖുർആനിൽ കാണാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഷയിൽ അദ്ദേഹത്തിന്റെ നാവിലൂടെ ലളിതമായി എളുപ്പമായി മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ ആക്കിയിരിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയം മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവും ഇല്ലാത്ത വിധത്തിൽ ലളിതമാണ് ഖുർആൻ. അതേ സമയത്ത് തന്നെ ഖുർആൻ വളരെ ഗഹനവുമാണ്. ഒരാൾക്കും തന്നെ ഖുർആൻ അതിലെ സകല സംഗതികളും 100% മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഖുർആന്റെ പല പ്രയോഗങ്ങളും വളരെ ഗഹനതയുള്ളതും ഓരോ ഘട്ടങ്ങളിലായിട്ട് അതിന്റെ വിശദാംശങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഒക്കെയാണ്. അതാണ് ഖുർആന്റെ ഒരു പ്രത്യേകത. തശാബുഹുള്ള ആയത്തുകൾ, മുത്തശാബിഹത്തായ ആയത്തുകൾ ഖുർആന്റെ ഒരു പ്രത്യേകതയാണ്. അത് കാലങ്ങളിലൂടെ വെളിപ്പെടുകയേ ഉള്ളൂ. എന്നാൽ ഖുർആൻ ലളിതാണോ? തീർച്ചയായിട്ടും ലളിതാണ്. ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മുഖ്യമായ ആശയം എന്താണ്, അതിന്റെ പിൻബലം എന്താണ്, അതിന്റെ ബുദ്ധിപരത എന്താണ്, അതിന്റെ തെളിവുകൾ എന്തൊക്കെയാണ് എന്നതൊക്കെ ഏത് സാധാരണ മനുഷ്യനും കോമൺ സെൻസ് ഉള്ള ആർക്കും ഉൾക്കൊള്ളാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു ശൈലിയിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതേ ഖുർആൻ തന്നെ ലോകത്തെ ഏത് ബുദ്ധിരാക്ഷസനെയും വിസ്മയിപ്പിക്കുന്ന വിധത്തിലുള്ള ആഴങ്ങളുള്ള ആശയങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. അതിൽ പല വിഷയങ്ങളും പല കോൺസെപ്റ്റ്സും അത് മുന്നോട്ട് വെക്കുന്ന പല രൂപകങ്ങളും അതിലടങ്ങിയിട്ടുള്ള പല വളരെ പ്രതീകാത്മകതയുള്ള പ്രയോഗങ്ങളും ഒക്കെ തന്നെ ഒരുപാട് ആവർത്തിച്ച് വായിച്ച് എന്നാൽ തന്നെ അതിന്റെ പൂർണ്ണതയോടുകൂടി മനസ്സിലാക്കി തീർത്തു എന്ന് പറയാൻ കഴിയുന്ന വിധത്തിലുള്ളതല്ല. 1000 കൊല്ലം ഇനിയും കഴിഞ്ഞാലും ഒരു പുതിയ വായനക്കാരന് വിസ്മയങ്ങൾ നിറഞ്ഞത് തന്നെയായിരിക്കും ഖുർആൻ. കാരണം അത് മനുഷ്യന്റെ രചനയല്ല എന്നതാണ്, ദൈവിക രചനയാണ് എന്നതുകൊണ്ടും അതില് അടരുകളായിട്ട് അടുക്കി വെച്ചിരിക്കുന്ന അനേക കോടി ആശയങ്ങൾ ഓരോ പുതിയ വായനക്കാരനും കണ്ടെത്താൻ കഴിയുന്ന വിധത്തിലുള്ള വലിയ അത്ഭുതകരമായ തലങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് അതിലെ വാചകങ്ങൾ. ഇന്ന് നമുക്ക് കൃത്യമായിട്ട് ഇന്നതാണ് എന്ന് പറയാൻ പറ്റാത്ത ആയിരക്കണക്കിന് വിഷയങ്ങൾ ഖുർആനിലുണ്ട്. സൂറത്തുൽ വാഖയുടെ തുടക്കത്തില്, അതുപോലെ സൂറത്തുർ റഹ്മാനില് ഒക്കെ തന്നെ പരാമർശിക്കപ്പെടുന്ന ചില സൂചനകൾ വായിച്ചാൽ നിങ്ങൾക്കറിയും. അതിന് വളരെ പ്ലെയിനായ, ഏത് ഈ മരുഭൂവാസിയായിരുന്ന ഒരു അപരിഷ്കൃത അറബിക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു തലമുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും പരിഷ്കൃതനായ ഈ ശാസ്ത്രയുഗത്തിലെ ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസരായിട്ട് അറിയപ്പെടുന്ന ആളുകളെ വിസ്മയിപ്പിക്കുന്ന, അവർക്ക് പോലും അവരെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തില് അവർക്ക് പോലും കൃത്യമായിട്ട് ഒരു വിശദീകരണം കൊടുക്കാൻ കഴിയാത്ത വിധത്തില് ആശയങ്ങൾ ഉൾച്ചേർക്കപ്പെട്ട കാര്യങ്ങളും ഖുർആനിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഖുർആന്റെ ഒരു മാസ്മരികതയാണ്, ഒരു അസാധാരണത്വമാണ്, മനുഷ്യന് സാധ്യമല്ലാത്ത ഒരു കാര്യമാണ് ഖുർആൻ. ഇതാണ് ഈ ഉന്നയിക്കപ്പെട്ട ചോദ്യത്തിനോടുള്ള പ്രതികരണം. ലളിത ഭാഷയിലാണോ? തീർച്ചയായിട്ടുമാണ്. ഓരോ തലമുറക്കും ആവശ്യമായ വെളിച്ചം വളരെ ലളിതമായിട്ട് തന്നെ ഈ ഖുർആനിൽ നിന്ന് ലഭിക്കും. എന്നാൽ എളുപ്പം അങ്ങ് വായിച്ചു തീർത്തിട്ട് ചുട്ടിക്കൂട്ടി എറിയാൻ പറ്റുന്നതാണോ? ഒരിക്കലും അല്ല. ഞാന് തന്നെ എനിക്ക് 60 വയസ്സിനോട് അടുക്കുകയാണ്. ഈ ഒരു കാലയളവിനകം എത്രയോ തവണ ഖുർആൻ വായിച്ചിട്ടുണ്ട്. ഇന്നും ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോ എനിക്ക് അതിൽ ഒരുപാട് കൗതുകങ്ങൾ
പുതിയ പുതിയ സാധ്യതകൾ കാണാൻ പറ്റുന്നുണ്ട്. അത് സൂചിപ്പിക്കുന്ന ഖുർആന്റെ ദൈവികത, അമാനുഷികത, ഖുർആൻ എത്ര മിറക്കുലസ് ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ ആണ് എന്നത് വെളിപ്പെടുത്തുന്ന ഒരു അനുഭവമാണ്. ഇതുപോലെ എനിക്ക് വേറെ പുസ്തകങ്ങൾ വായിക്കാൻ പറ്റുന്നില്ല. ഷേക്സ്പിയറിന്റെ നാടകങ്ങൾ ഞാൻ പല ബാച്ചസ് ഓഫ് സ്റ്റുഡൻസിന് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് വീണ്ടും 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 വായിക്കാൻ അതിലൊരു പ്രേരണയും അവശേഷിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഭാഷാപരമായ ചില കൗതുകങ്ങൾ, സമൂഹത്തിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ചില കൊട്ടേഷൻസ് ഒക്കെ ആവശ്യമുണ്ടാകുമ്പോൾ ഇപ്പൊ ഒന്ന് മറിച്ചു നോക്കുക എന്നതല്ലാതെ. പക്ഷെ ഖുർആൻ അങ്ങനെയല്ല. മനുഷ്യരചനയും ദൈവികമായിട്ടുള്ള തൻസീലും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെന്നുള്ളത് അത് പഠന വിധേയമാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോ മാത്രമല്ല, ഹദീസുകളുടെയും അതുപോലെ തഫ്സീറുകളുടെയും ഒന്നും പിന്തുണ ഇല്ലെങ്കിൽ അർത്ഥശൂന്യത മുഴച്ചു നിൽക്കുന്ന ഒരു ഗ്രന്ഥമായിട്ടാണ് ഖുർആൻ മനസ്സിലാവുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതിനുള്ള ഉത്തരം. അല്ല, അർത്ഥശൂന്യത അല്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ പൂർണ്ണമായി നിങ്ങൾക്ക് മനസ്സിലാക്കി അങ്ങ് തീർത്തു കളഞ്ഞു എന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല പലതും. അത്രയേ ഉള്ളൂ. ചിലത് നമുക്ക് മനസ്സിലാവാത്തതില്ലേ? ഈ പ്രപഞ്ചം നിങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയോ? നിങ്ങൾ നേരം വെളുത്ത് വൈകുന്നേരം ആകുന്നവരെ ആകാശത്ത് നിരീക്ഷിച്ചിരുന്നാലും നമ്മളുടെ കാഴ്ചക്കപ്പുറത്തുള്ള എന്തെല്ലാം പ്രതിഭാസങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. അതുകൊണ്ട് അത് അപ്രസക്താണ്, അത് പഠിക്കുന്നതിന് പ്രസക്തി ഇല്ലാത്തതാണ്, അല്ലെങ്കിൽ അർത്ഥശൂന്യാണെന്ന് നിങ്ങൾക്ക് പറയാൻ തോന്നാറുണ്ടോ? ആകാശം അർത്ഥശൂന്യാണ്, ഈ പ്രപഞ്ചം അർത്ഥശൂന്യാണ്, ഈ ഗാലക്സികൾ അർത്ഥശൂന്യാണ് എന്ന് പറയാൻ കഴിയുമോ? ഗാലക്സികൾ ഇനെസ്റ്റിമബിൾ ആയ സാധ്യതകളുള്ള പ്രതിഭാസങ്ങളാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലായിടത്തോളം മനസ്സിലായി എന്ന വിധത്തിൽ ഇരിക്കുകയല്ലേ ചെയ്യുക. ഖുർആന്റെ കാര്യത്തിലും അത് തന്നെയാണ് ശരി. രണ്ടും അള്ളാന്റെ സൃഷ്ടിയാണ്. ഈ ഗാലക്സികളൊക്കെ അടങ്ങിയിട്ടുള്ള പ്രപഞ്ചം നമ്മളുടെ കൗതുകം ഉണർത്തിക്കൊണ്ടേയിരിക്കും, നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അതുകൊണ്ട് അർത്ഥശൂന്യമായ ഒരു സംഗതിയാണ് ഈ പ്രപഞ്ചം എന്ന് ആരും പറയാറില്ല. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിന് ഓരോ കാലഘട്ടത്തിനും ഓരോ പരിമിതി ഉണ്ട് എന്നാണ് നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുക. അല്ലെ, പഴയ കാലത്ത് 1000 കൊല്ലം മുമ്പ് ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കിയിരുന്നതിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ട വിധത്തിൽ ഇന്ന് നമ്മുടെ സമകാലികര് മനസ്സിലാക്കുന്നുണ്ട്. ആണല്ലോ. ആരെങ്കിലും പറഞ്ഞോ അത് അർത്ഥശൂന്യത മുഴച്ചു നിൽക്കുന്ന ഒരു സംഗതിയാണ് ഈ പ്രപഞ്ചം? അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തലങ്ങളുണ്ട്. ഇനിയും വെളിപ്പെടാൻ ഒരുപാട് സാധ്യത അവശേഷിക്കുന്ന തലങ്ങളും ഉണ്ട് ഖുർആന്റെ കാര്യത്തില്. അതാണ് ഖുർആനെ ദൈവികത ഉള്ളതാക്കി മാറ്റുന്നത്. ഞാൻ എഴുതിയൊരു സാധനമാണെങ്കിൽ എന്റെ സകല ചിന്താപരമായ പരിമിതിയും അതില് അടയാളപ്പെടും ആ രചനയില്. പക്ഷെ ഖുർആന്റെ കാര്യത്തിൽ ഇല്ലാതിരിക്കുന്നത് ഖുർആൻ മുഹമ്മദ് നബിയുടെ ഒരു രചന അല്ലാത്തത് കൊണ്ടാണ്. അതിൽ ആകാശത്തെ പോലെ, പ്രപഞ്ചത്തെ പോലെ, ഗാലക്സിയെ പോലെ നമ്മളെ വിസ്മയിപ്പിക്കുന്ന ലക്ഷക്കണക്കിന് പ്രതിഭാസങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അത് ഓരോന്നോരോന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ, വെളിപ്പെട്ട് കിട്ടുമ്പോൾ നമുക്ക് വിസ്മയം കൂറാൻ സാധിക്കും എന്നതേ ഉള്ളൂ. അതിന്റെ അർത്ഥം ഇത് അർത്ഥശൂന്യത മുഴച്ചു നിൽക്കുന്ന ഒരു സംഗതിയാണ് എന്നല്ല. മറിച്ച് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഇത്രയൊക്കെയാണ് അതിന്ന് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുള്ളത്. ഇനിയും ഈ പ്രപഞ്ചത്തെ പോലെ, ഗാലക്സിയെ പോലെ കോടിക്കണക്കിന് കാര്യങ്ങൾ അതിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടാനുണ്ട് എന്നൊരു ഒരു 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 ധാരണയിലേക്കാണ് നമ്മൾ എത്തുക. പക്ഷെ ഒരാൾക്ക് സത്യമാർഗം ഉൾക്കൊള്ളാൻ, ജീവിതത്തിൽ മാർഗദർശനം കിട്ടാൻ ഈ വെളിപ്പെട്ട് കിട്ടിയിട്ടില്ലാത്ത കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അത് ആവശ്യമുള്ള കാലഘട്ടത്തിൽ അത് വെളിപ്പെടും. ആവശ്യമില്ലാത്ത കാലഘട്ടത്തിൽ അത് മുഴുവനും മനുഷ്യന് താങ്ങാനും സാധ്യമല്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഖുർആനിലുണ്ട്. ഭാവിക്ക് വേണ്ടി അള്ളാഹു ശേഖരിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളാണത് എന്നതാണ് വസ്തുത. അപ്പോ വായനക്ക് നിങ്ങൾ ഒരു തഖ്വയുടെ ഒരു ടൂള് സ്വീകരിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് ഖുർആന്റെ നിർദ്ദേശം. ഹുദൻ ലിൽ മുത്തഖീൻ എന്നാണ് ഖുർആനെ അള്ളാഹു വിവരിച്ചിട്ടുള്ളത്. അത് സന്മാർഗബോധമുള്ള, സത്യം തേടാൻ ആഗ്രഹമുള്ള, സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അന്വേഷണമുള്ള ആൾക്ക് അതിൽ മാർഗദർശനമുണ്ട്. അന്വേഷണം ഇല്ലാത്ത ആളുകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കാലം കഴിഞ്ഞു പോകും. അതാണ് അതിന്റെ ഒരു പരിണിതി.
മറ്റൊരു ചോദ്യം, ആയിരുന്നു ഇസ്ലാമിന് മുമ്പ് ഉണ്ടായിരുന്ന മക്കക്കാരുടെ വാദങ്ങള് ആ കുതർക്കത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഇന്നലെ നമ്മൾ അവസാനം വായിച്ച ഭാഗത്ത് അടങ്ങിയിട്ടുള്ള ഒരു പ്രയോഗം, ലുദ്ദ എന്നുള്ള പ്രയോഗം, അതില് നിഷേധം എന്നതും കുതർക്കം എന്നതും എതിർപ്പ് എന്നതും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വാക്കാണെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. മക്കയിലെ ആളുകൾ എന്നല്ല, ലോകത്ത് സത്യസന്ധത ഇല്ലാതെ ഒരു ബുദ്ധിപരമായ ചർച്ചക്ക് മുതിരുന്ന ആരും കുതർക്കികളായിട്ട് തന്നെയാണ് ഉണ്ടാവുക. നമ്മൾ ടെലിവിഷൻ ചാനലുകളിൽ അന്തിച്ചർച്ചകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പല സംഘടനകളുടെയും ആളുകൾ വന്നിരുന്ന് അഭിപ്രായങ്ങൾ പറയുന്നുണ്ടാവും. ഇപ്പൊ കഴിഞ്ഞ ദിവസം വടക്കൻ കേരളത്തിലുണ്ടായ സ്ഫോടനം, അതിനെക്കുറിച്ച് ആ സ്ഫോടനത്തിന്, ബോംബ് നിർമ്മാണത്തിനിടയിൽ സ്ഫോടനം ഉണ്ടായി, കയ്യറ്റുപോയി, ഒരാൾ മരിച്ചു, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായല്ലോ. അപ്പൊ അത് സംഘടനാപരമായി അതിന്റെ പുറകില് ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഈ ആളുകൾ, ആ ആളുകളുടെ സംഘടനക്കാര് ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോ അവരെന്തൊക്കെ കുതർക്കങ്ങളാണ് ഉന്നയിക്കുന്നത് കാണുക. നരേന്ദ്രമോദിയെ ന്യായീകരിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആളുകള് അദ്ദേഹത്തെ ന്യായീകരിക്കാൻ വേണ്ടി എന്തൊക്കെ ബുദ്ധിപരമായ സത്യസന്ധത ഇല്ലാത്ത വർത്തമാനാണ് അവിടെ വിളമ്പുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇത് മനസ്സിലാവില്ല എന്നാണ് അവർ കരുതുന്നത്. മനസ്സിലാവുമെങ്കിൽ പോലും ആയിരക്കണക്കിന് ആളുകളെ ഇത്തരം വ്യാജ സംസാരങ്ങൾ കൊണ്ട് സ്വാധീനിക്കാൻ കഴിയും എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ ഈ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, അവർ കുതർക്കങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കുതർക്കം ബുദ്ധിപരമായ സത്യസന്ധത ഇല്ലാതെ ചർച്ചക്ക് മുതിരുന്ന അല്ലെങ്കിൽ വർത്തമാനത്തിൽ ഇടപെടുന്ന ആളുകളുടെ ഒരു പൊതു സ്വഭാവമാണ്. ഇസ്ലാമിനോട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഖുർആനോട് ഒക്കെ സമകാലികരായ സമൂഹം സ്വീകരിച്ചിരുന്ന നിലപാടില് ഈ ഒരു വ്യാജ മനസ്ഥിതി തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കാരണം അവരിൽ പലരും സത്യം തേടുന്നവരായിരുന്നില്ല, സത്യം അറിയാൻ ആഗ്രഹമുള്ളവരായിരുന്നില്ല. മറിച്ച് അവരുടെ വ്യക്തിപരമായ, ഗോത്രപരമായ, കുലപരമായ, വംശപരമായ ഔന്നത്യങ്ങളെ സംരക്ഷിക്കണം എന്ന വാശിയില് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ച ജീവിത ദർശനത്തെ പല്ലും നഖവും ഉപയോഗിച്ച് ചെറുത്ത് തോൽപ്പിക്കണം എന്ന് തീരുമാനിച്ചവര് അതിനെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള നിരന്തരമായ തർക്കങ്ങളിൽ ഏർപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. അതിന് ഹോളോ ഡിസ്കോഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഉള്ളു പൊള്ളയായിട്ടുള്ള ഇത്തരം ചർച്ചകളായിട്ട് തന്നെ കാണാം. കാരണം അവരുടെ മനസാന്നിധ്യം ഇല്ല. അവര് ജയിക്കാനാണ് ഒച്ചയിട്ടിട്ട്, ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ ആളുകളെ സ്വാധീനിക്കാൻ പറ്റുന്ന പദപ്രയോഗങ്ങൾ നടത്തിയിട്ട്, അതുപോലെ വാചക കസർത്ത് കാണിച്ചിട്ട് ജയിക്കുകയും മേൽക്കൈ നേടുകയും ചെയ്യുക എന്നുള്ളതാണ് അവര് ലക്ഷ്യമിടുന്നത്. സത്യം എന്ത് എന്നത് പുറത്തു വരട്ടെ, എനിക്ക് അത് പിൻപറ്റാമല്ലോ എന്ന ഒരു ഉദ്ദേശം അതിലില്ല എന്നത് മനസ്സിലാക്കാൻ നമ്മുടെ ചാനലുകളിലെ അന്തിച്ചർച്ചകൾ ധാരാളം മതി എന്നാണ് അത് സംബന്ധമായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോ അള്ളാഹുവിന്റെ പേരിൽ ഒരു വ്യക്തി സകല വ്യക്തി പൂജയും തന്നിലേക്ക് മാത്രം വരണമെന്ന് ആഗ്രഹിച്ചതിനെ യുക്തിയും ബുദ്ധിയും ഉണ്ടായിരുന്ന അവർ എതിർത്തു എന്നാണ് പറയുന്നത്. ഒരു വ്യക്തി അയാളെ സമൂഹം മൊത്തം പൂജിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആളുകളെ അതിന് പ്രേരിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. അതിന് അള്ളാഹുവിനൊരു മറയായിട്ട് ഉപയോഗപ്പെടുത്തുകയാണ് എന്നാണ് ഇവിടെ അദ്ദേഹം പറയുന്നതിന്റെ രത്നച്ചുരുക്കം. അപ്പോ അങ്ങനെയാണ് എന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ അബസ് എന്നുള്ള ഒരു സൂറത്ത് കേട്ടിട്ടുണ്ടാവും. മുഖം ചുളിച്ചു എന്നാണ് അതിന്റെ തലക്കെട്ടിന്റെ അർത്ഥം. സൂറത്ത് അബസില് 16 20 ആയത്തുകൾ അതിരൂക്ഷമായ ഭാഷയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുകയാണ്. അബസ വതവല്ല, അദ്ദേഹം നെറ്റി ചുളിച്ചു, തിരിഞ്ഞു കളഞ്ഞു. അൻജാഅഹുൽ അഅമ, ഒരു അന്ധന് അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് ചില കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോ അവിടുത്തെ പ്രമാണിമാർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന വ്യഗ്രതയിലായിരുന്നു. ഈ അന്ധന് വേണ്ട പരിഗണന കൊടുക്കാതെ പോയി, നെറ്റി ചുളിച്ചു.
നെറ്റി ചൊളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുകയാണ്. ഇതുപോലെ പല കാര്യങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുന്നതും ആക്ഷേപിക്കുന്നതും ഒക്കെ ഖുർആനിൽ തന്നെ കാണാൻ കഴിയും. വ്യക്തിപൂജ ആഗ്രഹിച്ചുകൊണ്ട് ലക്ഷ്യമിട്ടുകൊണ്ട് ഇത്തരം സംഗതികളുമായി രംഗത്ത് വന്ന ഏതെങ്കിലും ഒരാളെ ചരിത്രത്തിൽ ഇങ്ങനെ സ്വയം ആക്ഷേപിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? സ്വന്തം പോരായികകളെ മൂടിയിടുന്നതായിട്ടല്ലാതെ സ്വന്തം പോരായികകളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ തന്നെ ആക്ഷേപിക്കുന്ന വിധത്തില് വ്യക്തിപൂജ ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിച്ച ഏതെങ്കിലും ഒരാള് സ്വയം വിമർശനം നടത്തുകയോ അല്ലെങ്കിൽ സ്വന്തത്തെ തന്നെ ആക്ഷേപിക്കുകയോ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ചരിത്രത്തില് വേറെ എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. ഒരുപാട് സന്ദർഭങ്ങളിൽ ഖുർആനിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടുകളിൽ ഇടപെടുന്നുണ്ട്, അദ്ദേഹത്തെ ഗുണദോഷിക്കുന്നുണ്ട്, അദ്ദേഹത്തിനെ ആക്ഷേപിക്കുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട്. ഇതൊന്നും തന്നെ വ്യക്തിപൂജ നടത്തുന്ന ഒരാളും വ്യക്തിപൂജ ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളും ചെയ്തതായിട്ട് ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇതുപോലെ ഒരുപാട് വിഷയങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പീസ് എന്നുള്ള പ്രൊഫൈലുകാരൻ പറഞ്ഞിട്ടുള്ള പോലെ വ്യക്തിപൂജ ആഗ്രഹിച്ചുകൊണ്ട് ലോകത്ത് മറ്റാരെയും ആളുകൾ പൂജിച്ച് ആദരിച്ചു കൊണ്ട് നടക്കുന്നതിന് പകരം തന്നെ മാത്രം പൂജിച്ച് ആദരിച്ചു കൊണ്ട് നടക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരാളായിരുന്നു എന്നത് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ, അതിനുള്ള പിൻബലമായുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കി. എന്നിട്ട് അതൊന്ന് കൃത്യമായിട്ട് പരിശോധിക്കും. വസ്തുത എന്താണ്, ഞാൻ മനസ്സിലാക്കിയത് എന്താണ് എന്നതൊന്ന് വേർതിരിച്ചു നോക്കും. അപ്പോ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാവും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉലകങ്ങളിൽ വാഴ്ത്തപ്പെട്ടവനാണ് എന്നത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സമകാലികരുടെ സർട്ടിഫിക്കറ്റ്സ് നജാഷി രാജാവിന്റെ അടുക്കലേക്ക്, ഈ സൂറത്തിന്റെ പശ്ചാത്തലം കൂടിയാണല്ലോ അത്, എത്തിയ അംർ ബിൻ ആസിനോടും മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്തു വന്ന ആളുകളെ തിരിച്ചയക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നജാഷി രാജാവിന്റെ അടുക്കലേക്ക് വന്ന ഖുറൈശികളുടെ 2 പ്രതിനിധികൾ അവരോട് സംസാരിക്കുമ്പോൾ നജാഷി രാജാവ് കൃത്യമായിട്ട് ചോദിച്ചറിയുന്നുണ്ട് ഏത് തരത്തിലുള്ള ആളാണ് മുഹമ്മദ് നബി, അദ്ദേഹം വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ എങ്ങനെയായിരുന്നു, വന്നതിന്റെ ശേഷം എങ്ങനെയായിരുന്നു, അദ്ദേഹം സ്വന്തം കുടുംബത്തിന് വേണ്ടിയാണോ സ്വന്തം വ്യക്തിത്വത്തിന് വേണ്ടിയാണോ എന്തിനു വേണ്ടിയാണ് നിലകൊണ്ടിരുന്നത്, അദ്ദേഹം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് നജാഷി രാജാവാണ് ജാഫർ ഇബ്നു അബി താലിബ് നേതൃത്വം കൊടുത്ത ആ സംഘത്തിന്റെ അവര് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ സത്യമാണ് എന്നത് തെളിയിക്കുന്നത് അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇതുപോലെ ചരിത്രത്തിൽ വേറെയും ഒരുപാട് സംഭവങ്ങൾ കാണാൻ സാധിക്കും. സത്യാന്വേഷണ പരത മനസ്സിൽ അവശേഷിക്കുന്ന ഒരാളാണ് ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അല്ലാഹു അദ്ദേഹത്തിന് സത്യത്തിലേക്ക് എത്താൻ അവസരമൊരുക്കും, വഴി കാണിച്ചു കൊടുക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഫൈലിൽ ഈ ചാറ്റ് ബോക്സിലൊക്കെ പോസ്റ്റ് ചെയ്താൽ സൗകര്യമായിരുന്നു. ഇനി അതല്ലെങ്കിൽ ലൈവായിട്ട് ചോദിക്കാനും ഇൻഷാ അല്ലാഹ് നാളെ ഒരു ദിവസം കൂടി നമുക്ക് അവസരം ഉണ്ടാക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പദത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.